ഹായ് മക്കളെ, വെൽക്കം ടു ആർക്കേനെക്സ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് +1 ഫിസിക്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. അതിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയാം, എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്നൊന്ന് പറയാം. നമ്മളൊരു പ്ലാനറ്റിൽ നിൽക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഒരു എർത്തിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. ഈ എർത്തിൻ്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ട് എന്ന് വിചാരിക്കുക. ബോഡിയുടെ മാസ് ഒരു എം മാർക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് വെച്ചാൽ ഈ ബോഡിയെ എർത്തിന്റെ സർഫസിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോവാം. ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. എന്ത് സംഭവിക്കണം എന്നറിയോ? എർത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മേലോട്ട് എറിഞ്ഞാൽ അത് എർത്തിന്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക സാധാരണ. അപ്പൊ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ ബോഡിയെ എർത്ത് താഴോട്ട് ഇങ്ങോട്ട് പിടിച്ച് വലിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് തിരിച്ച് എർത്തിലേക്ക് തന്നെ വരും. എന്നാൽ നമ്മളൊരു ബോഡിയെ ഇവിടെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങോട്ട് എറിയുക, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും, എന്നിട്ട് ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, എർത്തിലേക്ക് തിരിച്ചിങ്ങോട്ട് വരരുത്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടല്ലോ, ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് പുറത്തോട്ട് പോകണം. അങ്ങനെ എങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയാം എവിടേക്ക് പോകണമെന്നാ, ഇൻഫിനിറ്റിയിലേക്ക് പോകണമെന്നാ. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ, ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണെന്ത്, എസ്കേപ്പ് വെലോസിറ്റി. അങ്ങനെ ഈ ഒബ്ജക്റ്റ് എവിടെ എത്തണം, ഇൻഫിനിറ്റിയിൽ എത്തണം. അതിന് നമ്മൾ ഇതിനെ എറിയുന്ന ഈ സ്പീഡാണ് എസ്കേപ്പ് വെലോസിറ്റി. വി ഇ എന്നാണ് നമ്മൾ സാധാരണ ലെറ്റർ കൊടുക്കാറുള്ളത്. ഓക്കെ, ഇതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയാം. ഇനി എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത്. നോക്കിക്കോ, എസ്കേപ്പ് വെലോസിറ്റി, അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ മാസ് ഷുഡ് ബി പ്രൊജക്റ്റഡ് ഫ്രം എ പ്ലാനറ്റ് സർഫസ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് പ്ലാനറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഞാൻ എർത്തിന്റെ എന്നാ പറഞ്ഞ, എർത്ത് ആവണമെന്നില്ല, ഏത് പ്ലാനറ്റിനും പറ്റും. അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട, എസ്കേപ്പ് ചെയ്ത് പോകാൻ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും മിനിമം വെലോസിറ്റി ആണത്. ഇനി നമ്മൾ എറിയുന്ന വെലോസിറ്റി എസ്കേപ്പിനേക്കാൾ കുറവാണെങ്കിൽ തിരിച്ചു വരും, അതിനേക്കാൾ കൂടുതലാണെങ്കിലും എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അപ്പം മിനിമം വെലോസിറ്റി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, യെസ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ശ്രദ്ധിച്ചോ. ഒരു സർഫസിൽ നിൽക്കുകയാണ്, ഫ്രം സർഫസ് ഓഫ് പ്ലാനറ്റ് എന്നാണ് ഞാൻ അവിടെ എഴുതി വെച്ചത്. നോക്ക്, ഒരു പ്ലാനറ്റിന്റെ സർഫസിൽ നിൽക്കുന്നു, ഇവിടെ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്നു. പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ബോഡി എവിടേക്ക് എത്തണം, ഇൻഫിനിറ്റിയിലേക്ക് എത്തണം. റെഡി. നമ്മളൊരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ വർക്ക് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത, വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്, അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു ബോഡിയുടെ മുകളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് എസ്കേപ്പ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് ഉണ്ടാവുക? മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്തതാണ്. എടാ, എർത്തിന്റെ സർഫസിൽ നിന്നാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എർത്തിന്റെ സർഫസിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടെയുള്ള കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇൻഫിനിറ്റിയിലുള്ള കൈനറ്റിക് എനർജി. എടാ, ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അത് നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിക്കുന്ന കാര്യമാണ്. ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. കൈനറ്റിക് എനർജിയും 0 ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ സ്പീഡ് വേണം നമുക്ക് നിർബന്ധമില്ല, ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കിട്ടിയാൽ മതി. ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാ സർഫസിൽ നിൽക്കുമ്പം, -GMM/r. എന്താണ് ഈ ക്യാപിറ്റൽ എം? അത് ഈ പ്ലാനറ്റിന്റെ മാസാണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസും ആണ്. പ്ലസ് കൈനറ്റിക് എനർജി എത്രയാ, ½ mv². ആ v ആണ് എസ്കേപ്പ് വെലോസിറ്റി, ഈക്വൽ ടു 0. അപ്പൊ എന്ത് എഴുതാം, ½ mv എസ്കേപ്പ് സ്ക്വയർ ഈക്വൽ ടു GMM/r എന്ന് എഴുതാം. അപ്പൊ സ്മോൾ ലെറ്റർ എം കട്ടായി പോകും. അപ്പൊ വി എസ്കേപ്പ് എന്താ വരിക, വി എസ്കേപ്പ് ഈക്വൽ ടു √2GM/r എന്ന് എഴുതി കൂടെ, √2GM/r. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കിക്കോ. എടാ, ഈ GM/r ഇല്ലേ, GM/r, നമ്മുടെ ജിയുടെ ഡെഫിനിഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ ഡെഫിനിഷൻ GM/r² ആണ്. അതുകൊണ്ട് തന്നെ GM/r എന്ന് കാണുന്ന സ്ഥലത്ത് നമുക്ക് G × r എന്ന് കൊടുക്കാൻ പറ്റും. ഇതും കൂടെ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ ഈക്വൽ ടു √2GR എന്നും കൊടുക്കാം. ഇങ്ങനെ രണ്ട് എക്സ്പ്രഷനിൽ നമ്മൾ പറയാറുണ്ട് സാധാരണ. ഒന്ന് √2GM/r, മറ്റേത് √2GR.
ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് എവിടുന്ന? പ്ലാനറ്റിന്റെ സർഫസിൽ നിന്ന, ഫ്രം സർഫസ് ഓഫ് പ്ലാനറ്റ്. ഇനി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് പ്ലാനറ്റിന്റെ സർഫസിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. സർഫസിന് കുറച്ച് മുകളിൽ പോയി അവിടെ നിന്നും പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഫ്രം എ ഹൈറ്റ്. ഓക്കെ, പ്രൊജക്ഷൻ ഫ്രം എ ഹൈറ്റ്. ഇപ്പോൾ ഇതാണ് പ്ലാനറ്റ് എന്ന് വിചാരിക്കുക. ഇതാണ് പ്ലാനറ്റ്. ഓക്കെ, ഇനി ആ പ്ലാനറ്റിൽ നിന്നും കുറച്ച് മുകളിൽ പോയി നിൽക്കുക. ഇത് ഇവിടെ ആ നിൽക്കുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇപ്പോഴും എന്ത് തന്നെയാണ്? സ്മോൾ ലെറ്റർ എം തന്നെ. ഈ ഒബ്ജക്റ്റ് ആദ്യം നിൽക്കുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു എച്ച് ഹൈറ്റിലാണ്. ഇതൊരു എച്ച് ഹൈറ്റാണ്. എച്ച് ഹൈറ്റ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയേണ്ടത്. ഇവിടുന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കണം. ഇവിടെ നിന്നുണ്ടാകുന്ന എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കിക്കോട്ടോ. എങ്ങനെയാണ് ഉണ്ടാവുക? ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴുള്ള ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. നേരത്തെ അതേപോലെ തന്നെ ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിക്കാണ്. പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പം കഴിഞ്ഞ പാർട്ടിൽ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്ത്? ഇതിൻ്റെ റേഡിയസ് എടുക്കുക ചെയ്ത്. എപ്പോഴും സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അത് നേരത്തെ റേഡിയസ് ആണെങ്കിൽ ഇപ്പം അത് റേഡിയസ് മാത്രമല്ല, എവിടും കൂടെയാണ്? സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ റേഡിയസ് പ്ലസ് ഹൈറ്റ് വരണം. അതായത് ക്യാപിറ്റൽ ലെറ്റർ ആർ പ്ലസ് എച്ച് വരണം. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് എർത്ത് ആണ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്ലാനറ്റ്. പ്ലാനറ്റിൻ്റെ മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വരും? മൈനസ് ജി എം ബൈ ആർ, ജി എം എം ബൈ ആർ പ്ലസ് കൈനറ്റിക് എനർജി എന്താ വരിക? ഹാഫ് എം വി എസ്കേപ്പ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടും? ഹാഫ് എം വി എസ്കേപ്പ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ. ഈ എം അങ്ങ് കട്ടായി പോകും. അപ്പോൾ വി എസ്കേപ്പിൻ്റെ എക്സ്പ്രഷൻ എന്താ വരുന്നത്? വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു 2gm ബൈ ആറിൻ്റെ റൂട്ട്. ഇതേപോലെ തന്നെ ഉള്ളത് ഇവിടെ റേഡിയസ് ആണ്, ഇവിടെ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ആണെന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേണേൽ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതി വെക്കാം. റൂട്ട് 2gm ബൈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് പ്ലസ് ഹൈറ്റ് ഫ്രം ദി സർഫസ് ആണ്. ഇതായിരിക്കും ഒരു ഹൈറ്റിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ട എസ്കേപ്പ് വെലോസിറ്റി. റെഡി? നോക്കാലോ അടുത്ത്. യെസ്, 1-2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ആദ്യത്തേത് ഫോർ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിൽ, ഇപ്പം എർത്തിന്റെ സർഫസിൽ ഇതാ സർഫസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ട ഈ ഒരു വാല്യൂ ഇല്ലേ, ജീൻ്റെ വാല്യൂ എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റേഡിയസ് ഓഫ് എർത്ത് എത്രയാ? 6400 കിലോമീറ്റർ ആണ്. ഈ വാല്യൂസ് നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വി എസ്കേപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിയർലി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ അവർ അല്ല, മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും വെലോസിറ്റി വേണം. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് വെലോസിറ്റി ആണ് കേട്ടോ. നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൽ അപ്പുറം വലിയ വെലോസിറ്റിയാണ് ശരിക്കും. ഒരു സെക്കൻഡിലാണ് 11.2 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടത്. അത്രയും വെലോസിറ്റിയിൽ എറിഞ്ഞാലേ പുറത്തോട്ട് പോകുള്ളൂ എന്നർത്ഥം. എന്നിട്ട് അടുത്തത് എന്താ പറയേണ്ടോ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. അതായത് നമ്മൾ എർത്തിൽ നിൽക്കുക, എർത്തിൽ നിന്നിട്ട് ഈ ബോഡിയെ പ്രൊജക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതായത് നേരെ മുകളിലേക്ക് തന്നെ ഇതിനെന്ത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പ്രൊജക്റ്റ് ചെയ്യണം എന്നില്ല. എന്തും ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കാരോ? ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോകും. നമുക്ക് വേണമെങ്കിൽ ഇതേ ഒബ്ജക്റ്റിനെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്നില്ല. സ്ട്രെയിറ്റ് ലൈനിൽ എന്നല്ല, നേരെ വെർട്ടിക്കലി അപ്വേർഡ് തന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്നില്ല. ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. കുറച്ചിങ്ങനെ ചെരിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്താവും? ഒരു കർവ്ഡ് പാത്തിലായിരിക്കും പോവാന്ന് മാത്രം, ഇൻഫിനിറ്റിയിലേക്ക്. റെഡി അല്ലേ? അത്രേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ രണ്ട് കേസിലും എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ സെയിം ആണ്.
വെർട്ടിക്കലി അപ്വേർഡ് എറിയാൻ നമുക്ക് എത്രയാ വേണ്ടത് എർത്തിൽ 11.2. അപ്പൊ 11.2 ഞാൻ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എസ്കേപ്പ് ചെയ്തു, ചെരിച്ചെറിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യോ? എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് എസ്കേപ്പ് വെലോസിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. എർത്ത് ഹാസ് 4 times the radius of moon, okay, and 6 times the acceleration due to gravity on moon. അങ്ങനെയാണെങ്കിൽ then the escape velocity for moon is, escape velocity of moon എത്രയെന്നുള്ള 4.89 times the escape velocity of earth, 0.204 times the escape velocity of earth, 2.45 times the escape velocity of earth, none of the above. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എർത്തിൻ്റെ കേസിൽ നോക്കിക്കോ. ആദ്യം നമുക്ക് എർത്തിൻ്റെ ഡാറ്റ ഒന്ന് എഴുതാം. എർത്തിൻ്റെ കേസിൽ നമുക്ക് റേഡിയസ് 6ഉം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആയിട്ടും എടുക്കാം. അപ്പോൾ മൂണിൻ്റെ കേസിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? മൂണിൻ്റെ കേസിൽ നോക്കിയാൽ നിങ്ങൾ എർത്ത് ഹാസ് 4 times the radius of moon. മൂണിൻ്റെ 4 times ആണ് എർത്ത്. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ മൂണിൻ്റെത് r/4 ആയിരിക്കും. അതേപോലെ തന്നെ 6 times the acceleration due to gravity ആണ്. അപ്പോൾ G/6 ആയിരിക്കും മൂണിൻ്റെത്. എർത്തിൻ്റെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എർത്തിൻ്റെ കേസിൽ വി എസ്കേപ്പ് എത്രയാണ്? വി എസ്കേപ്പ് ഓഫ് എർത്ത് റൂട്ട് ജിയും ആറും അല്ലേ അതെന്ന്. അപ്പോൾ റൂട്ട് 2gr എടുത്താൽ പോരെ. റൂട്ട് 2gr ആണ്. ഈ എക്സ്പ്രഷൻ മതി. ഇനി എന്താ വേണ്ടത്? ഇനി മൂണിൻ്റെ കേസിൽ വേണം. മൂണിൻ്റെ കേസിലുള്ള വി എസ്കേപ്പ് ഓഫ് മൂൺ ഇങ്ങനെ എഴുതാം നമുക്ക്. വി എസ്കേപ്പ് ഓഫ് മൂൺ കേട്ടോ. എനിക്ക് എത്രയാണ് ഉണ്ടാവുകയെന്നറിയോ? വി എസ്കേപ്പ് ഓഫ് മൂൺ എന്ന് പറയുന്നത് റൂട്ട് 2, അവിടുത്തെ ജി എത്രയാ? G/6, റേഡിയസ് എത്രയാ? r/4. ഓക്കെ, അപ്പൊ എന്ത് വരും? റൂട്ട് 2gr ഡിവൈഡഡ് ബൈ റൂട്ട് 24 അല്ലേ അത്? ഈ റൂട്ട് 2gr എന്താണ്? വി എസ്കേപ്പ് ഓഫ് എർത്ത് ആണ്. ഇത് വി എസ്കേപ്പ് ഓഫ് മൂണും ഡിവൈഡഡ് ബൈ റൂട്ട് 24 ഉണ്ട്. എന്നൊരു ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ദെൻ ദി എസ്കേപ്പ് വെലോസിറ്റി ഫോർ മൂൺ ഈസ് എന്നാ ചോദിച്ചത്. അപ്പം വി എസ്കേപ്പ് ഓഫ് മൂൺ ഈസ് എത്രയാ വരടാ? വി എസ്കേപ്പ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ ഈ റൂട്ട് 24 എന്ന് പറഞ്ഞാൽ എറൗണ്ട് 5 ആയിരിക്കും. എറൗണ്ട് 5-5നേക്കാൾ കുറവായിരിക്കും ശരിക്ക്. അപ്പം ഇത് 1/5 അല്ലേ? 1/5 എന്ന് പറഞ്ഞാൽ ഏകദേശം 0.2. 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്, കറക്റ്റ് 0.2 ആണ്. എന്നാൽ ഇവിടെ എന്താണ് ഉള്ളത്? ഇവിടെ താഴെയുള്ള നമ്പർ 5നേക്കാൾ കുറവാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? 0.2നേക്കാൾ കൂടിയൊരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. 0.2 ടൈംസ് വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്താ വരേണ്ടത്. അപ്പോൾ 0.2ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ഇല്ലേ നോക്ക്. ഉണ്ടല്ലോ, അതാ ഓപ്ഷൻ 2 ഉണ്ട് കണ്ടോ. 0.204 ടൈംസ് ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത്. ഇതായിരിക്കും ആൻസർ വരിക. ഓക്കെ അല്ലേ? ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദി എസ്കേപ്പ് വെലോസിറ്റി ഓൺ എർത്ത് ഈസ് 11.2 kilometer per second. What would be the escape velocity on a planet whose mass is 1000 times and whose radius is 10 times that of Earth? ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ മൂണാ പറഞ്ഞത്. ഇപ്രാവശ്യം എന്താണ്? വേറൊരു പ്ലാനറ്റിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ മാസും റേഡിയസും വെച്ചിട്ടാ. നേരത്തെ റൂട്ട് 2gr ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ റൂട്ട് 2gm/r എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കേണ്ടി വരും എസ്കേപ്പ് വെലോസിറ്റിയുടെ. റൂട്ട് 2gm/r യൂസ് ചെയ്യേണ്ടി വരും. നോക്കാലോ. ആദ്യം എർത്തിന്റെ കേസ് ഒന്ന് എഴുതാം നമുക്ക്. എർത്തിന്റെ കേസിൽ മാസ് എമ്മും റേഡിയസ് ആറും ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി റൂട്ട് 2gm/r യൂസ് ചെയ്യാം. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞ് നമുക്ക് അറേഞ്ച് ചെയ്യാം. 11.2 km/s ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് വേറൊരു പ്ലാനറ്റ്. ഈ പ്ലാനറ്റിന്റെ കേസിൽ മാസ് എത്രയാ പറഞ്ഞത്? മാസ് ഈസ് 1000 ടൈംസ് ആൻഡ് റേഡിയസ് ഈസ് 10 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. അപ്പൊ മാസ് എന്ന് പറയുന്നത് 1000 m ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 10 r ആണ്. ഇങ്ങനെയല്ലേ പറഞ്ഞത് നോക്ക്. ഓക്കെ, അപ്പൊ എർത്തിന്റെ മാസ് m എടുത്താൽ ഇത് 1000 m എടുക്കണം, ഇത് r എടുത്താൽ ഇത് 10 r എടുക്കണം. അപ്പൊ ഇവിടുത്തെ വി എസ്കേപ്പ് എത്രയുണ്ട്? വി എസ്കേപ്പ് ഡാഷ് ഇടുന്നുണ്ട് ഞാൻ. ഈക്വൽ ടു റൂട്ട് 2g മാസ് വരുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 1000 m കൊടുക്കണം. ഡിവൈഡഡ് ബൈ റേഡിയസ് വരുന്ന സ്ഥലത്തോ 10 r കൊടുക്കണം. അപ്പോൾ ഒരു 10 അങ്ങ് ക്യാൻസൽ ചെയ്യും. ബാക്കി ഈ ഒരു 100 ഇല്ലേ,
അതിൻ്റെ റൂട്ട് എടുത്താൽ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ ഇത് 10 ഇൻറ്റു √2 gm/r അല്ലേ? ഈ √2 gm/rൻ്റെ വാല്യൂ എത്രയാണ്? 11.2 ആണ്. അപ്പോൾ 10 ഇൻറ്റു 11.2. അപ്പോൾ ആൻസർ എത്ര വരും? 112 km/h. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ നോക്ക്. 112 km/s. അവർ അല്ല സെക്കൻഡ് ആണ്, അവരല്ല സെക്കൻഡ് ആണ്. എസ്കേപ്പ് വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റി വലിയ വാല്യൂ ഉണ്ടാവുക. km/s അവരുണ്ട്. ഓക്കെ, അടുത്ത ദിവസം നോക്ക്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ് ആസ്. എടാ, എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ? √2 gm/r എന്നാണ്. ഈ മാസ് ആരുടേതാ? ഇത് പ്ലാനറ്റിന്റെ മാസാ. ബോഡിയുടെ മാസിന് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡിറൈവ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആ മാസ് ക്യാൻസൽ ചെയ്ത് പോയി രണ്ട് സൈഡിൽ നിന്നും. നിങ്ങൾ നോക്ക്, മാസ് ക്യാൻസൽ ചെയ്ത് പോയി, കണ്ടോ? മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു പറയുമ്പം m⁻² എന്ത് എടുക്കേണ്ടി വരും? m⁻0. അപ്പോൾ എന്ത് വരേണ്ടി വരും? ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മാസ് ഓഫ് ദി ബോഡി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, വി എസ്കേപ്പ് പ്രൊപ്പോർഷണൽ ടു m⁻0 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ അല്ലേ? അത്രയാണ് നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയിൽ പറയാനുള്ളത്. എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.